ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക് ഇലക്ട്രിക് ചാർജസ്. എല്ലാ വസ്തുവിലും ഇലക്ട്രിക് ചാർജുള്ള പാർട്ടികളുണ്ട്, അതായത് മേഡപ്പ് ഓഫ് ആറ്റം. പിന്നെ അതിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഉണ്ട്. പക്ഷേ അത് ബാലൻസ്ഡ് ആണ്, ഈക്വലാണ്. അതുകൊണ്ട് മെറ്റീരിയൽസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇനി ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടാക്കണമെങ്കിൽ ഈ ബാലൻസ്ഡ് നില മാറ്റണം. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺ ലോസ് ചെയ്താൽ പോസിറ്റീവ്ലി ചാർജ്ഡായി. കാരണം ബാലൻസ് ചെയ്യാത്ത പ്രോട്ടോണിൻ്റെ പ്രസൻസ്. ഇനി എക്സസ് ഇലക്ട്രോൺ, കുറച്ച് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചേർന്നു എങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായി. കാരണം പുതുതായി വന്ന ചാർജ് ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഇംബാലൻസ് ആയ ആ നെഗറ്റീവിൻ്റെ ന്യൂട്രലൈസ് ചെയ്യാത്ത ആ ഇലക്ട്രോണിൻ്റെ ചാർജ് ആ ബോഡിക്ക് ഉണ്ടാവും. ഓക്കെ, ഒബ്ജക്റ്റുകൾ എങ്ങനെ ചാർജ് ചെയ്യാം? പ്രോട്ടോൺ ഇലക്ട്രോൺ ഇംബാലൻസ് ആക്കിയാൽ ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒബ്ജക്ട്സ് ക്യാൻ ബി ചാർജ്ഡ് ബൈ റബ്ബിങ്. റബ്ബ് ചെയ്യുമ്പോൾ ഹീറ്റ് കൊണ്ട് ഇലക്ട്രോണുകൾക്ക് എനർജി കിട്ടും. അപ്പോൾ ഇലക്ട്രോൺ ഒരു ആറ്റത്തിൽ നിന്ന് വേറൊരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒരു റബ്ബ് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്. ഗ്ലാസ് റോഡിൽ ഇലക്ട്രോണുകൾ ബൈൻഡ് ചെയ്തത് ഫോഴ്സ് കുറവാണ്. അപ്പോൾ കുറച്ച് എനർജി കിട്ടുമ്പോൾ ട്രാൻസ്ഫേർഡ് ടു ദി സിൽക്ക് ക്ലോത്ത്. ഇനി സിൽക്കിനാണ് വിചാരിക്കുക ബൈൻഡിങ് കുറവ് എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അത് കമ്പാരിറ്റീവിലാണ്. ആ സിസ്റ്റത്തിലെ ഏതൊക്കെയാണ് ഒബ്ജക്റ്റുകൾ തമ്മിൽ റബ്ബ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഏതെന്ന് ഏത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഹിയർ ഗ്ലാസ് എന്ന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഗ്ലാസ് റോഡ് ഗെറ്റ്സ് പോസിറ്റീവ്ലി ചാർജ്, ദി സിൽക്ക് ഗെറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഈ സിസ്റ്റത്തിൽ ചാർജുള്ള ബോഡികൾ ഉണ്ടായെങ്കിലും അത് ന്യൂലി ക്രിയേറ്റഡ് അല്ല. ഒന്നിന്ന് ഇലക്ട്രോൺ ലോസ് ആയതും വേറൊന്നിന് അത്ര ഇലക്ട്രോൺ കിട്ടിയിട്ട് നെഗറ്റീവും പോസിറ്റീവും ആയതാണ്. ഒരു കണ്ടക്ടർ ചാർജ് ചെയ്യുമ്പോഴും ഒരു ഇൻസുലേറ്റർ ചാർജ് ചെയ്യുമ്പോഴും ആ ബോഡിയിൽ ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയിരിക്കും? ഇൻ ഇൻസുലേറ്റർ ചാർജ് സ്റ്റേ at the initial location of charging. In a conductor, charge quickly gets distributed over the entire surface. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമൊന്നുമില്ല, മനസ്സിലായി. ഇത് ഒരു ഡ്രൈ ഹെയറിൽ ഒരു പ്ലാസ്റ്റിക്കോ നൈലോൺ കോമ്പ് കൊണ്ടോ റബ്ബ് ചെയ്താൽ, ദാറ്റ് ഈസ് കോമ്പ് ചെയ്താൽ അത് ഇലക്ട്രിഫൈ ചെയ്യും കോമ്പ്. പക്ഷെ ഒരു സ്പൂണ് പോലത്തെ ഒരു മെറ്റൽ ആർട്ടിക്കിൾ കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്താൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി എൻറ്റയർ സർഫസ് ഓഫ് ദി മെറ്റൽ. സോ ദി ചാർജ് ലീക്ക് ത്രൂ അവർ ബോഡി ടു ദി ഗ്രൗണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് പറയും. ഇപ്പം ലൈക്ക് ചാർജസ് റിപ്പൽ, അതൊരു ഫോഴ്സാണ്. ചാർജിൻ്റെ പ്രസൻസ് ആ ഫോഴ്സിന് കാരണം. അൺലൈക്ക് ചാർജസ് അട്രാക്ട്, അതും അത് തന്നെ കാരണം. അപ്പം അങ്ങനെ ചാർജുകൾ തമ്മിൽ അട്രാക്റ്റീവ് ആയാലും ശരി റിപ്പൽസീവ് ആയാലും ശരി ഈ ഫോഴ്സ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഇത് ആറ്റങ്ങളിലെ പ്രോട്ടോണും ഇലക്ട്രോണുകളും തമ്മിലുള്ള ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്.
ബേസിക്കലായി മിക്ക ഒബ്ജക്റ്റിലും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് അടിസ്ഥാനം. ഫോർ എക്സാമ്പിൾ, ഒരു ചോക്ക് ബോർഡിൽ വരച്ചാൽ, ചോക്ക് കൊണ്ട് വരച്ചാൽ ചോക്ക് പൊടി ബോർഡിൽ പറ്റിപ്പിടിച്ചത് ബേസിക്കലി ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു ഒബ്ജക്റ്റിനെ റബ്ബിംഗ് വഴി ചാർജ് ചെയ്തു. ഇനി ചാർജുള്ള ഒരു ബോഡി ഉപയോഗിച്ചിട്ട് ബൈ കണ്ടക്ഷൻ, ദാറ്റ് ഈസ് ബൈ കോണ്ടാക്ട്, ഒരു ബാള് ന്യൂട്രൽ അതിലൊരു ചാർജുള്ള ബോഡി കൊണ്ട് ടച്ച് ചെയ്തു. അപ്പോൾ ഈ ചാർജ് ട്രാൻസ്ഫേർഡ് ടു ദി ഒബ്ജക്റ്റ്. എ പിത്ത് ബാൾ touched with a charged object, charges are transferred to the pith ball. ഇപ്പോൾ നമ്മൾ അൺലൈക്ക് ചാർജ്, ലൈക്ക് ചാർജസ്, ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ചാർജ് ഉള്ളതായിട്ട് മനസ്സിലാക്കി. ദി പ്രോപ്പർട്ടി ഓഫ് ടു ഡിഫറെൻറ്റ് ചാർജസ്, അതെന്താണോ അതിൻ്റെ പ്രോപ്പർട്ടി, അതിനെയാണ് പൊളാരിറ്റി ഓഫ് ചാർജസ് എന്ന് പറയാം. അപ്പോൾ ചാർജസ് പൊളാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ചാർജസ് അവിടെ പ്രസൻ്റ് ആണ് എന്നർത്ഥം. അപ്പോഴും അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണെന്ന് അപ്പം പറഞ്ഞില്ല. വെൻ അൺലൈക്ക് ചാർജ്ഡ് ബോഡീസ് ആർ ബ്രോട്ട് ഇൻ കോണ്ടാക്ട്, ദി ചാർജസ് വിൽ ബി ന്യൂട്രലൈസ്ഡ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ളൊരു ബോഡിയും നെഗറ്റീവ് ചാർജുള്ള ബോഡിയും ടച്ച് ചെയ്താൽ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചാർജ് ന്യൂട്രലായി പോകും. അത് ഒരു ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ 0 വരുന്നത് പോലെയാണ്. അതായത് +5 -5 കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ അൺലൈക്ക് രണ്ട് ഡിഫറെൻറ്റ് ചാർജുകൾ ചേർന്ന് വന്നപ്പോൾ ന്യൂട്രലായി, 0 ആയി ചാർജ്. ഈ ഫിലോസഫി ദി അമേരിക്കൻ സയൻറ്റിസ്റ്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ named the charges as positive and negative on the basis of this philosophy. അതിനുശേഷമാണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പൊളാരിറ്റി ഉണ്ടായിരുന്നു, അതിനർത്ഥം ഡിഫറെൻറ്റ് ചാർജ് ഉണ്ട് എന്നർത്ഥം. പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നെയിം ചെയ്തു, ഒന്ന് പോസിറ്റീവ് ആണെന്നും ഒന്ന് നെഗറ്റീവ് ആണെന്നും പേര് പറഞ്ഞു. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്, അതൊരു സിമ്പിൾ അപ്പറേറ്റസ് ആണ്. എന്തിനു വേണ്ടിയാണ്? ഡിറ്റക്ട് ചാർജ് ആവണേ പടി. അതിൻ്റെ സ്ട്രക്ചർ എ വെർട്ടിക്കൽ മെറ്റൽ റോഡ്, അതിനെ ഹൗസ്ഡ് ഇൻ എ ബോക്സ്, 2 thin gold leaves attached to its dimensions. സ്ട്രക്ചർ. ഇതെങ്ങനെ ഡിറ്റക്ട് ചെയ്യും ചാർജ്? When a charged object touches the metal knob at the top of the rod, charge flows onto the leaves and they diverge. സെയിം ചാർജ് രണ്ട് ലീഫിലും ഉള്ളപ്പോൾ അത് ഡൈവേർജ് ചെയ്തു, റിപ്പൽ ചെയ്തിട്ട്. The degree of divergence is an indicator of the amount of charge. എത്ര ഡൈവേർജ് ഉണ്ടാവുമോ അത്ര ചാർജ് ഉണ്ട്, സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പിന്നിൽ ചെറിയൊരു സ്കെയിലൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ്, ഇവിടെ നമ്മൾ ഗോൾഡ് ലീഫ് ഉപയോഗിക്കാൻ കാരണം, ഗോൾഡ് ലീഫ് ആകുമ്പോൾ വളരെ തിന്നാകുമ്പോൾ ചെറിയൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ റിപ്പൽ ചെയ്യും. അപ്പോൾ വളരെ ചെറിയ ചാർജിൻ്റെ പ്രസൻസും ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ഒരു ബോഡിയിലെ ചാർജ് റിമൂവ് ചെയ്യുക, അത് റിമൂവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ്. അതായത് ബ്രിങ് എ ചാർജ്ഡ് ബോഡി ഇൻ കോണ്ടാക്ട് വിത്ത് ദി എർത്ത്, ദി ചാർജ് ഡിസപ്പിയേഴ്സ് by sharing the charges with the earth.
ആ കണക്റ്റിംഗ് വയറുമായി ആണ് ഷെയറിങ്. എന്താണ് ഷെയറിങ്? അതായത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയാണ് എർത്ത് ചെയ്തതെങ്കിൽ ആ എക്സസ് ഇലക്ട്രോൺസ് ലീവ് ടു ദി ഗ്രൗണ്ട്, അങ്ങനെ ന്യൂട്രലൈസ്. പോസിറ്റീവ് ചാർജ് ആണ് ബോഡി എങ്കിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ഫ്രം ദി ഗ്രൗണ്ട്, thus neutralized. ഇപ്പൊ നമ്മള് ഒരു ചാർജ് ബോഡി, ആ ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടി എർത്തിങ് ഗ്രൗണ്ട് വെച്ചു. ഇത് ഇലക്ട്രിക് സർക്യൂട്ടിലൊക്കെ ഇങ്ങനെ എർത്തിങ് പ്രൊവൈഡ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി മെഷറാണ്. ഷോക്ക് ഇതുപോലുള്ള കലാമിറ്റി, ദാറ്റ് ഈസ് ഹാർഡ്ഷിപ്പ് എന്ന് ഒരു സേഫ്റ്റിയാണ്. ഇത് സാധാരണ ഒരു എർത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരു തിക്ക് മെറ്റൽ പ്ലേറ്റ് ഈസ് ബറീഡ് ഡീപ്പ് ഇൻ ടു ദി എർത്ത്. ഒരു തിക്ക് വയർ ആർ ഡ്രോൺ ഫ്രം ദിസ് പ്ലേറ്റ്. അപ്പോൾ ഇത് അപകടങ്ങൾ പൊതുവേ ഉണ്ടാകുന്നത് മെറ്റാലിക് ബോഡിയിൽ. ഇപ്പം നമ്മൾ ഓരോ ഉപകരണങ്ങളുടെ അപ്ലിയൻസ്, അയൺ ബോക്സ്, ഇതുപോലുള്ള ഇലക്ട്രിക്കൽ അപ്ലിയൻസസിൻ്റെ ബോഡിയിൽ ലീക്ക്, കറണ്ട് ലീക്ക് ഉണ്ടാകുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ. അപ്പോൾ മെറ്റാലിക് ബോഡീസ് ഓഫ് ദി ഇലക്ട്രിക് അപ്ലിയൻസസ് ആർ കണക്റ്റഡ് ടു ദി എർത്ത്. വെൻ എനി ഫോൾട്ട് occurs or live wire touches the metallic bodies of the electric appliances, the charge flows to the earth. ഇനി ചാർജ് ബൈ കണ്ടക്ഷൻ, ടച്ച് ചെയ്തിട്ട് ചാർജുള്ള ഒരു ബോഡി കൊണ്ട് ടച്ച് ചെയ്തിട്ട് വേറൊരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാൻ പഠിച്ചു. ചാർജ് ഒന്നും ഇല്ലാത്ത ഒബ്ജക്റ്റുകളാണെങ്കിൽ റബ്ബ് ചെയ്ത് രണ്ടിലും ചാർജ് വരുത്താം. ഒരു മെറ്റൽ ആണ് വിചാരിക്കുക, മെറ്റൽ കണ്ടക്ടിവിറ്റി ഉള്ളത്, അതിനെ ചാർജ് ചെയ്യുന്നത് എങ്ങനെ? അത് ഇൻഡക്ഷൻ വഴിയാണ്. അതെന്താണ് ഒന്ന് ചെറുതായി നോക്കുക. ടു മെറ്റൽ സ്ഫിയേഴ്സ് സപ്പോർട്ടഡ് ഓൺ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്സ് ബ്രിങ് ഇൻ കോണ്ടാക്ട്. രണ്ട് മെറ്റൽ സ്ഫിയർ, അതിനെ രണ്ടിനെ അടുത്തടുത്ത് കൊണ്ടുവച്ചു, ചേർത്ത് വെച്ചു. എ പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഈസ് ബ്രോട്ട് നിയർ വൺ ഓഫ് ദി സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ അടുത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി കൊണ്ടുവന്നു. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയിലെ പോസിറ്റീവ് ചാർജ് ബാളിലെ പോസിറ്റീവിനെ റിപ്പൽ ചെയ്തിട്ട് രണ്ടെണ്ണത്തിലെയും കുറേ ചാർജ് റിപ്പൽ ചെയ്ത് ബിയിലെ ഒരറ്റത്തെത്തിക്കും. അതുപോലെ രണ്ടിലെയും കുറച്ച് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്തിട്ട് ഈ അറ്റത്തും എത്തും. ദി ചാർജ്ഡ് റോഡ് ഇൻഡ്യൂസ് നെഗറ്റീവ് ചാർജസ് ഓൺ ദി നിയർ സർഫസ് ഓഫ് എ ആൻഡ് പോസിറ്റീവ് ചാർജസ് മൂവ് ടു ദി ഫാർദർ സൈഡ് ഓഫ് ബി. ഒരു മാസ് മൈഗ്രേഷനാണ് ഇവിടെ നടന്നത്. ഇപ്പം രണ്ട് ബോളിലും കുറച്ച് പോസിറ്റീവ് കുറച്ച് നെഗറ്റീവ് ചാർജും ഉണ്ട്. ഈ ചാർജ്ഡ് ബോഡി അവിടെ ഉള്ളിടത്തോളം ഇതങ്ങനെ നിൽക്കും. ചാർജ്ഡ് ബോഡി അവിടെ നിന്ന് മാറ്റിയാൽ പഴയ പോലെ. ഇനി ഇങ്ങനെ തന്നെ ഈ ബോഡിനെ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് റിമൂവ് സ്ഫിയർ ബി, ബി മാത്രം മാറ്റുക. ബി മാത്രം മാറ്റിയാൽ അതിലെ പോസിറ്റീവ് അതിലുണ്ടാവും, നെഗറ്റീവ് മുഴുവൻ അപ്പത്താണല്ലോ കുറച്ച്. ദെൻ ചാർജ്, പിന്നെ ചാർജ്ഡ് ഒബ്ജക്റ്റ് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച് രണ്ടാം പ്രാവശ്യം മാറ്റുക. ദ ചാർജ് വിൽ റീഡിസ്ട്രിബ്യൂട്ട് എബൌട്ട് ദി സ്ഫിയർ. നേരത്തെ നമ്മൾ ഒരു ഇതുപോലെ കണ്ടക്ഷൻ വഴി ചാർജ് ചെയ്തപ്പോൾ ആ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒബ്ജക്റ്റിലെ കുറച്ച് ചാർജ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പം അതിൽ കുറവ് വരും. പക്ഷെ ഇവിടെ ഈ ചാർജ് അല്ല, ഇവിടെ തന്നെ മൈഗ്രേഷൻ വഴി ചാർജ് ഉണ്ടായതാണ്. അപ്പോൾ ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് ലോസ് എനി ഓഫ് ഇറ്റ്സ് ചാർജസ്. ഇനി ഒരു സ്ഫിയർ, മെറ്റൽ സ്ഫിയർ, അതിനെ പോസിറ്റീവായി ചാർജ് ചെയ്യണം വിചാരിക്കുക. എന്താ വഴി? പോസിറ്റീവ് ചാർജ് ഉള്ളൊരു വസ്തു കൊണ്ട് തൊട്ടാൽ മതി, നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ വിത്തൗട്ട് ടച്ചിങ് ഇറ്റ് ചാർജ് ചെയ്യണം. അതിനെന്താ വഴി? എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഈസ്
brought near, charge become polarized. Polarized എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജ് ഒരറ്റത്തേക്ക് ഈ അറ്റത്തേക്ക് മാറും, മൈഗ്രേറ്റ് ചെയ്യും. ഇനിയോ, ഡിസ്ചാർജ് ദി നെഗറ്റീവ് ബൈ എർത്തിങ് വിതൗട്ട് റിമൂവിങ് ദി ചാർജർ ഒബ്ജക്റ്റ്. ചാർജർ ഒബ്ജക്റ്റ് മാറ്റാണ്ട് മറ്റേ സൈഡ് എർത്ത് ചെയ്യുക. അപ്പോൾ ആ നെഗറ്റീവ് മുഴുവൻ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിമൂവ് ദി എർത്ത്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റി. ദെൻ ദി ചാർജർ ഒബ്ജക്റ്റ്, ദി പോസിറ്റീവ് ചാർജ് റീഡിസ്ട്രിബ്യൂട്ട്സ് itself about this sphere's surface. Then point charges എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സ്മാൾ സൈസ് ചാർജ്ഡ് ബോഡി, അതിനാണ് പോയിന്റ് ചാർജ് എന്ന് പറയുക. ഇതെന്താ ഈ കൺസെപ്റ്റ് നമുക്ക് ആവശ്യം വെച്ചാൽ, ഒരു ഐസൊലേറ്റഡ് ചാർജ് പ്ലസ് മൈനസ് ഒന്നൊന്ന് ഒറ്റെണ്ണം അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പ്രയാസമാണ്, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഒരു സ്മോൾ സൈസ് ചാർജ് ബോഡി, അതിന് പിന്നെ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു. മാത്രമല്ല കുറേ കൂടി അസംപ്ഷൻ, ഒന്നുകൂടി ഒരു അസംപ്ഷൻ, അതായത് ആ സ്മോൾ സൈസ് ചാർജ് ബോഡിയിൽ all the charge content concentrated at one point in space എന്നുകൂടി അസ്യൂം ചെയ്തിട്ടാണ് പോയിന്റ് ചാർജസ് കൺസെപ്റ്റ് ഉണ്ടായത്. ഇനി ഈ ചാർജസിന് പൊതുവെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്താ നോക്കാം. അഡിറ്റിവിറ്റി ഉണ്ട് ചാർജസിന്. അതായത് ടോട്ടൽ ചാർജ് എത്ര എന്ന് ചോദിച്ചാൽ അത് ചെറിയ ചെറിയ ചാർജുകൾ +1, +2 ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് 3 ഉണ്ട്, പോസിറ്റീവ് ചാർജ് 4 ഉണ്ട്, നെഗറ്റീവ് ചാർജ് 5 ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ദിസ് ഈസ് അഡിറ്റിവിറ്റി. ഈ അഡിറ്റിവിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വോള്യം എടുക്കുക. വോള്യം അഡിറ്റിവിറ്റി അല്ല പറയും. കാരണം ഒരു സോളിഡ്, ആ സോളിഡിലൊരു 100 പാർട്ടിക്കിൾ ഉണ്ട് വിചാരിക്കുക. ഈ പാർട്ടിക്കിൾ കൂട്ടിയാൽ അതിൻ്റെ വോള്യമായി. പക്ഷെ അതേ 100 പാർട്ടിക്കിൾ ഈ സോളിഡ് ലിക്വിഡ് ആയാൽ വോള്യം മാറി. അതുകൊണ്ട് വോള്യം നോട്ട് അഡിറ്റീവ് എന്നർത്ഥം. ഇനി ചാർജ് കൺസേർവ്ഡ്, വേറൊരു പ്രോപ്പർട്ടി. കൺസേർവ്ഡ് ആണ്, നമുക്ക് നേരത്തെ അറിയാം. ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയില്ല ചാർജുകൾ. ആ സിസ്റ്റത്തിലെ ചാർജുകൾ തന്നെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ കൊണ്ട് ഒന്നിന് പോസിറ്റീവ് ഒന്നിന് നെഗറ്റീവ് ഉണ്ടായതേ ഉള്ളൂ. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യില്ല എങ്കിൽ അവിടെ ചാർജും ഇല്ല. അപ്പോൾ ചാർജ് ഈസ് കൺസേർവ്ഡ്. എന്തുകൊണ്ട് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് നെറ്റ് ചാർജ് ക്യാരീഡ് ബൈ എനി ഐസൊലേറ്റഡ് സിസ്റ്റം. ചാർജ് ക്രിയേറ്റഡ് ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അത് വ്യത്യാസം ഉണ്ടെങ്കിലും കൺസേർവ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ചാർജസ് ആൻഡ് ദി ടോട്ടൽ ചാർജ് ഈസ് 0 ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ക്രിയേഷൻ. അപ്പോൾ ചാർജ് ഈസ് കൺസേർവ്ഡ് ചോദിച്ചാൽ ഈ പോയിന്റുകൾ എഴുതാം. ഓക്കെ, ബേസിക് പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ദി ഇലക്ട്രിക് ചാർജ് ഈസ് ആൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ. അതായത് ഈ ചാർജ് ഉണ്ടാകുന്നത് ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, 3 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെ ആണ് അല്ല ഉണ്ടാകുക. അപ്പോൾ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്താൽ ഒരു വസ്തുവിന് -1.6 × 10⁻⁻19 കൂളം ചാർജും മറ്റേ വസ്തുവിന് +1.6 × 10⁻⁻19 കൂളമ്പും. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഈ പറയുന്നത്. അപ്പം ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ്. അതായത് 1.6 × 10⁻⁻19 മൾട്ടിപ്പിൾ. ഇപ്പോൾ 1.6ൻ്റെ പാതി 0.8. 0.8 × 10⁻⁻19 എന്ന ഒരു ചാർജ് ഉണ്ടാവില്ല. ഫ്രാക്ഷൻ ട്രാൻസ്ഫർ ഇല്ല എന്നർത്ഥം. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് എന്നും സിമ്പിളായി ചോദിച്ചാൽ Q = ±NE. ഇത് ഒരു സെൻറ്റൻസായി എഴുതണമെങ്കിലോ ദി ഇലക്ട്രിക് ചാർജ് ഈസ് ആൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ. ഇപ്പോൾ ഒരു ചാർജ് നമ്മളൊന്ന് എഴുതി കണ്ടു, ഇത് സാധ്യമാണോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ 2.5 × 10⁻⁻19 കൂളം അല്ല, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആവണം.
2.5 into 10 raised to 7 അതൊക്കെ ആവാം. 10 raised to -19 ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ചാർജിനെ ഫ്രാക്ഷൻ ആവരുത് എന്നേ. ഇനി ഈ ചാർജ് ഒരു കൂളം ചാർജ്, ഒരു കൂളം നെഗറ്റീവ് ചാർജ്, ഒരു കൂളം നെഗറ്റീവ് ചാർജ് ഉണ്ടാവണമെങ്കിൽ 6 into 10 raised to 18 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ അത്രയും നെഗറ്റീവ് അത് കിട്ടിയപ്പോൾ ആ വസ്തുവിന് ഒരു കൂളം നെഗറ്റീവ് ചാർജായി. ഏതെന്നാണോ ഈ ഇത്രയും ഇലക്ട്രോൺ ലോസ് ചെയ്തത് ആ ഒബ്ജക്റ്റിന് +1 കൂളംബ് ചാർജ്. ഇത് വളരെ അധികമുള്ള ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ദിസ് യൂണിറ്റ് ഈസ് വെരി ലാർജ്. സോ സ്മാളർ യൂണിറ്റ്സ് ആർ യൂസ്ഡ്. 1 മൈക്രോ കൂളം 10 raised to -6 കൂളം, അതിന് 10 raised to 13 ഇലക്ട്രോൺസ് വേണം. 1 മില്ലി കൂളം 10 raised to -3 കൂളം, 10 raised to 7 ഇലക്ട്രോൺസ്. അപ്പോൾ ക്വാണ്ടൈസേഷൻ നമ്മൾ കണക്കാക്കുമ്പോൾ മൈക്രോസ്കോപ്പിക് ഓർ ലാർജ് സ്കെയിൽ ചാർജസ് കൺസിഡർ ചെയ്താൽ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് ഇഗ്നോർഡ്. അത് നമ്മൾ പരിഗണിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഒരു ലൈൻ 2 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ ലെങ്ത് ഉണ്ട് പറഞ്ഞു. സത്യത്തിൽ അത് വളരെ ചെറിയ പോയിന്റുകൾ ചേർന്നാണ്. നമ്മൾ 10 പോയിന്റ് ഉണ്ട് എന്നല്ല പറയുക. അപ്പം അത് ആ പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ പോയിന്റിനേക്കാളും വളരെ വലുതാണ് ഈ ലെങ്ത്. അതുകൊണ്ട് അതേപോലെ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് ഇഗ്നോർഡ് വെൻ ഡീലിംഗ് വിത്ത് മൈക്രോസ്കോപ്പിക് ഓർ ലാർജ് സ്കെയിൽ ചാർജസ്. എന്തുകൊണ്ട് ചോദിച്ചാൽ അറ്റ് ദി മൈക്രോസ്കോപ്പിക് ലെവൽ വൺ ഡീൽസ് വിത്ത് ചാർജസ് ദാറ്റ് ആർ എനോർമസ് കമ്പയർഡ് ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രോണിക്സ് ചാർജ് ഇ. ഇനി ചെറിയ മൈക്രോസ്കോപ്പിക് ലെവലിലാണെങ്കിൽ ടെൻസ് ഓഫ് ഇലക്ട്രോൺസ്, ഹൺഡ്രഡ്സ് ഓഫ് ഇലക്ട്രോൺസ്, അങ്ങനെ 100 കണക്കിനോ 10 കണക്കിനോ ഉള്ള ഇലക്ട്രോൺ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ഇലക്ട്രിക് ചാർജ്. Some questions. 1. All free charges are integral multiple of a basic unit charge E. Then quantization rule of electric charge implies, choice നോക്കിയാൽ നിങ്ങൾക്ക് അറിയും. അടുത്തത്, a body of mass m is charged negatively. State whether the following two statements are true or false. During charging there is change in mass of body. ഇലക്ട്രോണിന് മാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ മാസ് കുറയോ കൂടുകയോ ചെയ്യും. Therefore this statement is true. The body can be charged 2.5 E, where E is the charge of an electron. False. While charging the body by induction, new charges are created it. ഒരിക്കലും കഴിയില്ല. ഇൻഡക്ഷൻ ആയാലും ശരി, റബ്ബിംഗ് ആയാലും ശരി, കോണ്ടാക്ട് ആയാലും ശരി, ന്യൂലി ചാർജസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കൺസർവേഷൻ. അപ്പം നമ്മൾ കാരണം ഇത് ട്രൂ ഓർ ഫാൾസ് എഴുതിയ കാരണം ചോദിച്ചാൽ കൺസർവേറ്റീവ് ക്വാണ്ടിറ്റി. നെക്സ്റ്റ്, അത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ടോപ്പിക്കിൽ വരേണ്ടതാണ്. ശരി, നെക്സ്റ്റ്, റൈറ്റ് എനി 2 ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ എയർക്രാഫ്റ്റിൻ്റെയൊക്കെ ടയറുകൾ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആണ്, റബ്ബറായിട്ട്. അതിപ്പോൾ ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഫ്രിക്ഷൻ നല്ലതുപോലെ ഉണ്ടാവും. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ട് ചിലപ്പോൾ അപകടങ്ങൾ, തീയും പോലുള്ള ഉണ്ടാവും. അപ്പോഴത്തെ ടയേഴ്സ് ഇങ്ങനെ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആയതുകൊണ്ട് ചാർജസ് എർത്ത് ചെയ്ത് പോകാൻ സഹായിക്കും. The rubber used in making the tires of aircrafts is a special type of rubber which is made slightly conducting. Why? While traveling
At high speeds, the body of the aircraft gets charged due to friction. The tires helps to discharge the charges. What happens when a negatively charged object touches an uncharged pith ball? Negatively charged ഉള്ള ഒരു വസ്തുവിനെ കൊണ്ട് അൺചാർജ്ഡ് പിത്ത് ബാളിൽ ടച്ച് ചെയ്ത സം നെഗറ്റീവ് ചാർജസ് ട്രാൻസ്ഫർ ടു ദി പിത്ത് ബാൾ. സോ ദി റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ രണ്ടിനും നെഗറ്റീവ് ചാർജ് ആവുമല്ലോ കുറച്ച് അങ്ങോട്ട് മാറിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് റിപ്പൽ ചെയ്യുന്നു. എ പോളിത്തീൻ റബ്ബ്ഡ് വിത്ത് വൂൾ. ഒരു പോളിത്തീൻ പീസിനെ വൂളിൽ റബ്ബ് ചെയ്തപ്പോൾ ആ പോളിത്തീന് കുറച്ച് നെഗറ്റീവ് ചാർജ് ഉണ്ടായി വിചാരിക്കാം. അപ്പോൾ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ എവിടെ നിന്ന് എവിടെയായിരുന്നു? ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൂൾ ടു പോളിത്തീൻ. എത്ര ഇപ്പോൾ ഉണ്ടായ നെഗറ്റീവ് ചാർജ് 3×10⁻⁻⁷ കൂളം ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ടോട്ടൽ കൂളം ചാർജിനെ ഡിവൈഡ് ചെയ്താൽ മതി. 1.8 × 10⁻12 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്ന എസ്റ്റിമേറ്റ് ചെയ്യാം. Is there transfer of mass from wool to polythene? Yes. Why can one ignore condensation of electric charge when dealing with microscopic or large scale charges? Okay. അപ്പോൾ ഈ ടോപ്പിക്ക് വീണ്ടും റിവൈൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ പോസ് ചെയ്ത് ഒരു നോട്ട് ബുക്കിൽ പകർത്തി കൃത്യമായി സൂക്ഷിക്കുക.